കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനം. പാവപ്പെട്ട ഒരു യുവാവിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായിട്ട് പോലീസുകാർ ഇടിച്ച് ചതച്ചു. ഇവർക്ക് ഒരു ന്യായീകരണത്തിനും ഇട കൊടുക്കാത്ത രീതിയിൽ ആ യുവാവിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തെളിവുകൾ പുറത്തു വന്നു. എന്നിട്ട് സസ്പെൻഷനാണ്. ആദ്യം തന്നെ പൂർണ്ണമായ തെളിവുകളുണ്ട്, കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്ന തെളിവുണ്ടായിട്ട് അതിന് മുകളിലൊരു നടപടി വേണ്ടതല്ലേ? എൻ്റെ ശ്രദ്ധയിൽ ഇന്ന് രാവിലെ പെട്ട ഒരു വിഷയം ഇതിന് ഏറ്റവും മികച്ച ഒരു മറുപടിയാണ്. രാവിലെ മുതൽ ഇന്ന് രാവിലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുതൽ മാതൃഭൂമി, മനോരമ, റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ SFIയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനുണ്ടായ UDF ഭരണകാലത്തുണ്ടായ ക്രൂരമായ മർദ്ദനത്തെ പറ്റിയുള്ള സ്റ്റോറി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഇരു കർണപടവും SFIയുടെ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ്റെ ഇരു കർണപടവും അടിച്ചു പൊട്ടിച്ചു, പെപ്പർ സ്പ്രേ അടിച്ചു, അയാളെ മൃതപ്രായനാക്കി. അയാളെ 6 മാസക്കാലം അയാൾ ആയുർവേദ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുമായി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നീട് വന്ന ഇടതുപക്ഷ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വരികയും വന്ന ഉടനെ തന്നെ 2015-16 കാലഘട്ടത്തിൽ തന്നെ SP ആയിരുന്ന ഹരിശങ്കറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും അന്വേഷണത്തിൽ ഈ പറയുന്ന അന്ന് ഈ ജയകൃഷ്ണനെ മർദ്ദിച്ച കേസിൽ ആ സ്റ്റേഷനുണ്ടായിരുന്ന SIയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ ബ്രൂട്ടൽ അറ്റാക്കിനെ പറ്റി വ്യക്തമായി മൊഴി കൊടുക്കുകയും അങ്ങനെ ഈ അന്നത്തെ CI ആയിരുന്ന മധുബാബു എന്ന പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ നടപടി സ്വീകരിക്കണം, പോലീസ് സേനയുടെ ആത്മാഭിമാനത്തിന് കളങ്കമാണെന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഇന്ന് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ആലപ്പുഴ DYSP ആയിട്ട് ഒരു സബ് ഡിവിഷൻ്റെ DYSP ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇയാളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇയാൾ 2011 ചേർത്തല ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ സുബൈർ എന്ന് പറയുന്ന ആളിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു കേസ് പോലും ഇല്ലാതിരുന്ന അയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ ക്രൂരമായി മർദ്ദിച്ച കേസിനകത്ത് ഇയാളെ 2011 ആലപ്പുഴ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 2009 ഇയാൾ ചേർത്തല SI ആയിരുന്ന സമയത്ത് 2008 കാലഘട്ടത്തിൽ ചേർത്തല SI ആയിരുന്ന സമയത്ത് ഒരു തവണക്കടവ് സ്വദേശി സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളിനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അയാളുടെയും ചെവിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ച് ആ കേസിനകത്ത് 2024 ഒരുപാട് വർഷം നിയമയുദ്ധം നടത്തിയതിന് ശേഷം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ സിദ്ധാർത്ഥൻ 2024 കോടതി ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച കേസിനകത്ത് ഈ DYSP അന്നത്തെ SI ആയിരുന്ന ഇപ്പോഴത്തെ ആലപ്പുഴ DYSP മധുബാബുവിനെ ശിക്ഷിച്ചിട്ടുണ്ട്. കുറവിലങ്ങാട് ഒരു അധ്യാപകനെ മർദ്ദിച്ച കേസിനകത്ത് ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ശിക്ഷിച്ചിട്ടുണ്ട്. ഇയാൾ നിലവിൽ ഏതാണ്ട് 8-9 കേസിൽ പ്രതിസ്ഥാനത്ത് കൊണ്ട് വിചാരണ നേരിടുന്ന ആളാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ഇന്ന് ആലപ്പുഴ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പം ആലപ്പുഴ DYSP ആണ്. ഈ ഉദ്യോഗസ്ഥൻ തന്നെ കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ UDF ഭരണകാലത്ത് UDFൻ്റെ ഗുണ്ടയായിരുന്ന ആളാണ്. പിന്നീട് കാലം മാറി ഇവിടെ വന്നിട്ടും അപ്പോൾ CPM പ്രവർത്തകർക്ക് പോലും പലപ്പോഴും ഈ ഭരണത്തിൽ നിന്നല്ല ഏത് ഭരണം വന്നാലും UDF ഭരിക്കുമ്പോഴായും LDF ഭരിക്കുമ്പോഴായും പലപ്പോഴും പോലീസ് അട്രോസിറ്റി ഇതൊരു തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊടുപുഴയിൽ ഒരു CI ആയിരുന്ന ഒരു NG ശ്രീമോനുണ്ട്. NG ശ്രീമോനെ അയാളുടെ നരനായാട്ട് നടത്തി എല്ലാവിധ മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തി അവസാനം ഹൈക്കോടതി പൊറുതിമുട്ടി. ഹൈക്കോടതി ഇയാളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഹൈക്കോടതി കൂടി സ്വമേധയാ മുൻകൈയെടുത്ത് ഇയാളുടെ 26ഓളം ക്രമക്കേടുകളും വ്യാജമായി പ്രതിയാക്കുന്നതും കസ്റ്റഡി മർദ്ദനവും അടക്കമുള്ള കണ്ടെത്തിയതിന് ശേഷം ഈ NG ശ്രീമോനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും DGPയും എല്ലാം ചേർന്നുകൊണ്ട് ഈ NG ശ്രീമോനെ സർവീസിൽ നിന്നും കേരള പോലീസ് സർവീസിൽ നിന്നും CI ആയിരുന്ന NG ശ്രീമോനെ പിരിച്ചുവിട്ട് ഇയാൾ പുറത്തു പോയതിനു ശേഷം 1.5 വർഷം കഴിഞ്ഞ് ഇയാളുടെ ഒരു അപേക്ഷയിന്മേൽ ഒരു കൊല്ലത്തുള്ള ഒരു നേതാവ് ഇടപെട്ട് ഒരു അപേക്ഷ സർക്കാരിലേക്ക് കൊടുക്കുന്നു. അന്ന് വിജയ് സാഖറെ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ ADGP ഇയാളുടെ ഫയൽ നോട്ട് എഴുതി. ഇയാൾ സാമൂഹികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്, ഇയാൾ വളരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ തിരിച്ചെടുക്കാൻ ഇയാളെ ശുപാർശ ചെയ്തു. അങ്ങനെ അയാളിപ്പോൾ തിരിച്ചെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 പേരുടെ ഉദാഹരണം പറഞ്ഞു. ഒന്ന് മധുബാബു ആലപ്പുഴ DYSP, ഒന്ന് ക്രൈംബ്രാഞ്ചിൽ CI ആയിരിക്കുന്ന NG ശ്രീമോൻ. തീരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു തിരുവോണനാളിൽ അമ്മയ്ക്ക് വൃദ്ധയായ മാതാവിന് ഓണക്കോടി വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയ
ഉദയകുമാറിൻ്റെ മൃതദേഹമാണ് ആ അമ്മയ്ക്ക് കിട്ടുന്നത്. അമ്മ വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തി. ആ കേസിനകത്തിൽ അന്നത്തെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഒരു DYSPയും SIയും CIയും ഒക്കെയാണ്, പോലീസുകാരാണ്. ആ കേസിനകത്ത് കേരള പോലീസ് ഇത്രയും മ്ലേച്ഛമായ പല ഷോകളും കാണിച്ചു. ആ കേസിനകത്തിൽ പ്രതികളെന്ന് പറയുന്ന ഡെമ്മി പ്രതികളെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചു അടക്കമുള്ള മുഴുവൻ കൃത്രിമങ്ങളും കാണിച്ചതിന് ശേഷം അവസാനം പ്രതികളെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു. അവസാനം CBIക്ക് കേസ് കൈമാറി. CBIക്ക് കേസ് കൈമാറിയപ്പോൾ CBIയുടെ ഉദ്യോഗസ്ഥന്മാർ അന്ന് പരസ്യമായി പറഞ്ഞു, ഈ കേസിനകത്തിൽ കേരള പോലീസ് എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു അഭിഭാഷകനോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനോ ഒരു പൊതുപ്രവർത്തകനോ ചെയ്തതിനെക്കാട്ടിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ആര് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ പറ്റും. അപ്പം നമ്മൾ ഈ കുന്നംകുളവും ഈ ഫോർട്ട് ഉദയകുമാറിൻ്റേതും ഈ ജയകൃഷ്ണൻ്റേതും അടക്കമുള്ള കഥകൾ പറയുമ്പോൾ, അത് അടക്കമുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ, നമ്മൾ ഈ കുന്നംകുളത്തിന് മറുപടിയായി പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിനകത്ത് കൃത്യമായ എവിഡൻസ് ഉണ്ടെന്ന് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഹരിശങ്കർ അല്ല, അതിന് മുമ്പിരുന്ന ഉദ്യോഗസ്ഥൻ, അന്ന് DIG ആയിരുന്ന ഉദ്യോഗസ്ഥൻ ഈ CCTVയുടെ വിഷ്വൽസ് എല്ലാം കൃത്യമായി കണ്ടതാണ്. ആ വിഷ്വൽ കണ്ടതിന് ശേഷമാണ് അന്നത്തെ DIG അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഭാര്യ വീട്ടിൻ്റെ അടുത്തേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റം, കാരണം ദൂരെയായിരുന്നു, ബസ്സിലോ കാറിലോ വല്ലതും ഓടിച്ചു പോകേണ്ട ആളിനെ ഭാര്യ വീട്ടിൻ്റെ അടുത്തോട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഇയാൾക്ക് സ്ഥലം മാറ്റം മേടിച്ചു കൊടുത്തു. പിന്നെ ഇയാളുടെ ഇൻക്രിമെൻറ്റ് 2 കുറച്ചു. ഇതാണോ യഥാർത്ഥത്തിൽ പോലീസ് സേന ചെയ്യേണ്ടത്? IPS ഉദ്യോഗസ്ഥന്മാർ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള DIGമാരും IGമാരും ADGP അടക്കമുള്ള IPS ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇതെന്തെങ്കിലും ചെയ്തു? മറിച്ച് ഈ CCTV വിവരാവകാശ നിയമപ്രകാരം ഇത് പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ ഈ കേസിൻ്റെ സ്ഥിതി എന്താണ്? ആ ചെറുപ്പക്കാരനെ ആ 2-3 ദിവസമായിട്ട് അയാളുടെ മുഖം കാണുമ്പം വല്ലാത്ത വിങ്ങലുണ്ടാവുന്നുണ്ട്. കാരണം വളരെ ബ്രൂട്ടലായി ഒരുത്തനെ എന്താ പറയുന്നത്, അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ തെരുവുനായ ശല്യം എന്ന് പറയും. തെരുവുനായ പോലും അവർ ഒരു ഇത്രയും ക്രൂരമായി മനുഷ്യനെ ആക്രമിക്കത്തില്ല, അവർ പട്ടിണി കൊണ്ടാണ് ആക്രമിക്കുന്നത്. അവർക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ എന്താ പറയുന്നത്, അവർക്ക് ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ടുമാണ്. ഇത് സർക്കാരിൻ്റെ ശമ്പളം പറ്റി, സർക്കാരിൻ്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് എല്ലാവിധമായ പ്രിവിലേജുകളും, ബസ്സിൽ കയറിയാൽ പൈസ കൊടുക്കത്തില്ല, ഹോട്ടലിൽ കയറിയാൽ ഭക്ഷണം കഴിച്ച്, ഞാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, ഇതിലെ ഒരു 50% ആൻറ്റി സോഷ്യൽസാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. കാരണം ഇതിനകത്ത് വന്നതിന് ശേഷം ഇങ്ങനെ ആവുന്നതാണോ അതോ ഇങ്ങനെയുള്ളവന്മാർ മാത്രമാണോ ഇതിനകത്ത് വരുന്നതെന്നുള്ളത് നമ്മൾ പഠനവിധേയമാക്കേണ്ട കാര്യമാണ്. തീർന്നില്ല, നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണല്ലോ വാരാപ്പുഴ ശ്രീജിത്തിനെ കൊന്നു. ആ കേസിനകത്തിൽ പ്രതികളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ആ പ്രതികളെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു? വേണമെങ്കിൽ ആ വിധവയ്ക്കൊരു സർക്കാർ ജോലി, ക്ലാസ് 4 ആയിട്ട് എങ്ങാണ്ട് ഒരു ജോലി കൊടുത്തു എന്ന് വേണമെങ്കിൽ സർക്കാരിന് അവകാശപ്പെടാൻ പറ്റും. ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലെ രാജ്കുമാറിനെ വളരെ ക്രൂരമായി കൊന്നു. ആ അന്ന് ഈ കൊലപാതകം മുഴുവൻ മൂടിവെച്ച അന്നത്തെ SP ആയിരുന്ന ആൾ കൊച്ചി DIG ആയിട്ടിരുന്നു കൊണ്ട് അയാൾ ഇവിടെ ഇരുന്നു കൊണ്ട് കാണിച്ചിട്ടുള്ള ക്രമക്കേടുകൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാം അറിയത്തില്ലേ? അയാൾ വിട്ടിരുന്നു കൊണ്ട് മുച്ചുകിട്ട് കളിക്കാരുടെ തൊട്ട് ഈ പറയുന്ന എല്ലാ കൊള്ളസംഘങ്ങളുമായി ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്ന ആളാണ് അയാൾ. എല്ലാവിധമായ ഒരു IPS ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ അഴിമതി കാണിക്കുമ്പോൾ അതിനൊരു റേഞ്ചുണ്ട്. പക്ഷേ ഈ റേഞ്ചിനപ്പുറത്തേക്ക് ഈ പിടിച്ചുപറിക്കാരുടെ തൊട്ട് പത്തനംതിട്ട ഒരു DYSP ഉണ്ടായിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, അയാളുടെ നേതൃത്വത്തിൽ 2 റോബറി സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ പങ്ക് അയാൾക്ക് കിട്ടും. ഇപ്പോൾ പോലീസിൽ ഞാൻ പറഞ്ഞത് എല്ലാ DYSPമാരും ഇങ്ങനെയാണെന്നോ എല്ലാ SPമാരും ഇങ്ങനെയാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും പോലീസിൽ ഒരു ഇത്രയും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇനി ഒരു കേസിനകത്ത് ഇപ്പം നമ്മൾ കുന്നംകുളത്തെ യുവാവിനെ സംബന്ധിച്ച് പറയാൻ, സുജിത്ത് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, അയാൾ ആകെ ചെയ്ത തെറ്റെന്ന് പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിപ്പോയി എന്നുള്ളതാണ് അയാളുടെ തെറ്റ്. കാരണം ഒന്നുമല്ലെങ്കിൽ യുവമോർച്ചക്കാരനോ SFIക്കാരനോ ആണെങ്കിൽ എന്നേലും കാലത്ത് തിരിച്ചടി കൊടുക്കുമെന്ന് പറയാം. യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം. യൂത്ത് കോൺഗ്രസ്സുകാരനെ അടിച്ചാൽ പിന്നെ കർഷക കോൺഗ്രസ്സുകാരനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സെറ്റപ്പ് അതാണ്. അപ്പം ആ പാവം പിടിച്ച അവനെ ഇത്രയും മർദ്ദിച്ച ആ കേസിനകത്ത് ഈ CCTV വിഷ്വൽസ് ഇല്ലായിരുന്നു എങ്കിൽ അയാൾക്കിപ്പോഴും നീതി കിട്ടുമെന്ന് പറയാറായിട്ടില്ല. സസ്പെൻഷൻ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇത്തരത്തിൽ ഇപ്പം ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കളങ്കിതരായിട്ടുള്ള ഒരു കേസിൽ നമുക്കറിയാം, ഒരു കോടതി ഒരു കേസിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡി മർദ്ദനം പോലുള്ള ഒരു കേസിൽ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് വളരെ വ്യക്തമായി, സാധാരണക്കാരനെ ഒരാളെ ശിക്ഷിക്കുന്നവണക്ക് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കോടതി ശിക്ഷിക്കത്തില്ല. കൃത്യമായ എവിഡൻസ് ഉള്ളത് കൊണ്ടും സംശയരഹിതമായി
ആ കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഞാൻ ഈ രണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയ മധുബാബുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അത്തരത്തിലുള്ള ശ്രീമോൻ്റെ കാര്യം പറഞ്ഞു, ഈ പിന്നെ കേരള പോലീസിലെ ഫോർട്ട് ഉദയകുമാറിൻ്റെ കഥ പറഞ്ഞു. ഇപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത് യഥാ രാജ തഥാ പ്രജ എന്നാണ്. എപ്പോഴും ഈ പറയുന്ന പോലീസ് സേനയുടെ താഴെത്തട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഹീറോ ആരാണ്? ഈ പറയുന്ന ഈ മധുബാബുവും ഈ ശ്രീമോനുമൊക്കെയാണ് അവർ ആരാധിക്കുന്ന ആരാധനാ കഥാപാത്രങ്ങൾ. ഇനിയും ഈ പ്രതി എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം ഈ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നു, അല്ലെ പ്രതി ആരോപിക്കപ്പെടുന്ന രീതിയിൽ പിടിച്ചുകൊണ്ടുവന്നു, ഈ ശിക്ഷിക്കാനുള്ള അധികാരം പോലീസിന് ആരാണ് കൊടുത്തത്? നമ്മളത് പരിശോധിക്കണ്ടേ? ഒരു കേസിൽ ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു, ഭർത്താവിനെതിരെ പരാതി കൊടുക്കുന്നു. അത് ഒരു കുടുംബ പ്രശ്നമായിരിക്കാം, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിൽ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയൂ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളെ ഉപദ്രവിക്കാനുള്ള പ്രൊവിഷൻ ഈ പോലീസിനുണ്ടോ? അല്ലെങ്കിൽ ഒരു ഏത് കുറ്റമാണെങ്കിലും ഇപ്പം നമ്മളൊരു പോക്സോ കേസിനകത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു പിഞ്ചു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി ഒരാളെ കൈകാര്യം ചെയ്യുന്ന മണക്കോ, അല്ലെങ്കിൽ ഒരു സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയെ ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് വല്ലതും രണ്ടടി അടിച്ചാൽ ആരും അതിനെ കുറ്റം പറയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളിൽ ഇത് ഒരു മദ്യപിച്ചു എന്നുള്ള സംശയത്തിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ കേസിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുടെ പുറത്തോ, അത്തരത്തിലുള്ള കേസുകളിൽ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ഈ കാടത്തം മുഴുവൻ പ്രയോഗിക്കുന്നത് ഒരിക്കലും പോലീസ് സേനയെ ജനങ്ങൾക്കുള്ള അപമതിപ്പ്, ജനങ്ങൾക്ക് മതിപ്പില്ല എന്നുള്ളതാണ് സത്യമാണ്. പക്ഷേ ജനങ്ങളുടെ അപമതിപ്പ് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് മാധ്യമങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ, അല്ലെങ്കിൽ മാതൃഭൂമി, മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇത് ഘോഷിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇതുവരെ ഘോഷിച്ചുകൊണ്ടിരുന്നത് M.R. അജിത് കുമാർ ട്രാക്ടറെ കയറി പോയതാണ്. ഈ സംഭവം 2 വർഷം മുമ്പുണ്ടായി. ഞാൻ പറഞ്ഞ M.R. അജിത് കുമാർ ട്രാക്ടറെ കയറി പോയത് ശരിയായെന്നല്ല പറഞ്ഞത്. പക്ഷേ പലപ്പോഴും അവർ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വാർത്തകൾ മാത്രം പടച്ചുവിടുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പം നമുക്കറിയാം താനൂർ ഒരു കൊലപാതകം, കസ്റ്റഡി കൊലപാതകം, അതുപോലെ തന്നെ നമ്മുടെ കളവായി കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവരുടെ സാഹചര്യങ്ങളെപ്പറ്റി നമുക്കറിയാം. എത്രയോ കേസുകൾ കളവായി കേസിനകത്ത് കൃത്യമായി പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കളവായി കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവരെ പിന്നീട് വിചാരണ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇവരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയരാക്കുന്നുണ്ടോ പോലീസ് സേനയിൽ? അത്തരത്തിലൊന്നും തന്നെയില്ല. പിന്നെ ഇവർക്ക് കിട്ടുന്ന രാഷ്ട്രീയമായ സംരക്ഷണം, ഇതെല്ലാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇപ്പം CCTV ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഇപ്പം CCTVയുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ളതും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതുമാണ്. തൊടുപുഴയിൽ ASP ആയിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥ, ഒരു പേഴ്സി ജോസഫ് എന്ന് പറഞ്ഞ കാനറ ബാങ്കിൻ്റെ മാനേജറുടെ അടുത്ത് ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ചെന്ന് ലോൺ ചോദിക്കുന്നു. ലോൺ അയാൾ അതിൻ്റെ പ്രൊസീജിയർ ഫോർമാലിറ്റി കംപ്ലൈൻറ്റ് ചെയ്തെങ്കിൽ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തിരിച്ചു പോകുന്നു. അന്നത്തെ ആ ASP ആയിരുന്ന IPS ഉദ്യോഗസ്ഥയോട് ചെന്ന് പരാതി പറയുന്നു. യൂണിയൻ ബാങ്കോ കാനറ ബാങ്കോ ആണ്, അതെ. അവിടെ ചെന്ന് പറഞ്ഞതിന് ശേഷം ഈ ഉദ്യോഗസ്ഥ അയാളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ പേഴ്സി ജോസഫ് എന്ന് പറഞ്ഞാൽ ഒരു മാന്യനായ സർവീസ് ബാങ്കിങ് ജീവിതത്തിനിടയ്ക്ക് ഇത് ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ലാത്ത അയാളെ പിടിച്ചുകൊണ്ട് പോയി ഇടിക്കുകയാണ്. ഇടിച്ചതിന് ശേഷം അയാളെ പ്രതിയാക്കി അയാളെ റിമാൻഡ് ചെയ്യുന്നു. 354 IPC പ്രകാരം കേസെടുക്കുന്നു. ഔട്ട്ലൈനിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ പ്രകാരം കേസെടുക്കുന്നു. അയാളെ പിടിച്ച് കോടതി കാര്യമാക്കി അയാളെ റിമാൻഡ് ചെയ്യിക്കുന്നു. റിമാൻഡ് ചെയ്യിച്ചതിന് ശേഷം ഇയാൾ പിന്നെ ഒരു സാമ്പത്തികമുള്ള ആളാണ്, അത്യാവശ്യം സ്വാധീനമുള്ള ആളായതുകൊണ്ട് ഇയാൾ ആ CCTV ഫുട്ടേജ് എടുത്ത് കാണിച്ച് അത് വെച്ച് തിരിച്ച് കോടതി കേസ് കൊടുത്ത സമയത്ത് 25-30 ലക്ഷം രൂപയ്ക്കാണ് ഈ കേസ്. 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ കേസ് സെറ്റിലാവുന്നത്. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നമുക്ക് ഈ CCTV ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ CCTVയുടെ ഒരു റിപ്പയറിംഗ് ഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ പേഴ്സി ജോസഫിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേരള പോലീസിനോട് ഇന്ന് മാന്യമായ ഒരു പദവിയിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല, അവർക്ക് ചിലപ്പം അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ചെന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഇത്തരത്തിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ പലപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനമേറ്റ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗത്തിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത് വളരെ വികാര വായ്പോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കൊടിയ പോലീസ് മർദ്ദനത്തെപ്പറ്റി. ആ മുഖ്യമന്ത്രി, നമ്മളൊക്കെ ഇടതുപക്ഷം എന്ന് പറയുമ്പം ഞാനൊരു പൂർണ്ണമായ ഇടതുപക്ഷക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്നാൽ പോലും ഇടതുപക്ഷത്തോട് ഇന്നും ഒരു ആഭിമുഖ്യമുള്ള ഒരാളാണ് ഞാൻ.
ഇടതുപക്ഷ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാപാലികന്മാരെയും ഇത്തരത്തിലുള്ള കിരാതന്മാരെയും ഒക്കെ വാഴിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലുള്ള അടിയന്തരാവസ്ഥ കാലത്താണെങ്കിലും അല്ലെങ്കിൽ പല സമരങ്ങളുടെ കാലത്താണെങ്കിലും ഈ പറയുന്ന പല മന്ത്രിമാരും, ഇന്ന് കേരള നിയമസഭയിലുള്ള മന്ത്രിമാർ, MLA മാർ, ഇവരൊക്കെ പോലീസ് മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ്. അവർ തന്നെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പോലീസ് മർദ്ദകന്മാരെ സംരക്ഷിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഈ DYSPയെ പറ്റി പറയുമ്പം ഈ DYSPയെ ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ഈ SFI നേതാവിനെ ചെവിയുടെ ഈ കർണപടം അടിച്ചു പൊട്ടിച്ച ആളിനെ തന്നെ ഈ സർക്കാർ ഡീപ്രമോട്ട് ചെയ്ത് CI ആക്കിയതാണ്. ഒരു കൊലപാതക കേസിനകത്ത് തെളിവ് നശിപ്പിച്ചതിന് ഇയാളുടെ പേരിൽ പോലീസ് സേനയ്ക്ക് കളങ്കമാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഹൈക്കോടതി വിധിപ്രകാരം ജഡ്ജ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പക്ഷമേതായിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് BJP വന്നാൽ ഇത് തന്നെയാണ്, ഇതിനെക്കാട്ടി മോശമായിരിക്കും സ്ഥിതി. കാരണം ഇത് ഏത് സർക്കാർ വന്നാലും പോലീസിനെ കയറി ഉരുവിടുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംസ്കാരത്തിന്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടവും ഇത് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ വലിയ അപകടത്തിലൊന്നാണിത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പൊളിറ്റിക്കൽ ഗോഡ് ഫാദർമാരുണ്ട്. ഈ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർമാരെ വെച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസും എല്ലാം ചെയ്യും. അവർ സർവീസിൽ റിട്ടയർമെൻറ്റ് വരെ അവരിങ്ങനെ പോകും. അവർ കാലാകാലങ്ങളിൽ ഓരോ ആനുകൂല്യങ്ങളും ഓരോ തന്ത്രപ്രധാനമായ പോസ്റ്റിംഗും മേടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.